തൃശൂരിൽ വോട്ടിന് കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയിൽ ബി.ജെ.പിക്ക് കുരുക്ക് മുറുകുന്നു. കിറ്റുകൾ തയ്യാറാക്കിയത് ബി.ജെ.പി നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടെന്ന് സൂപ്പർ മാർക്കറ്റ് ഉടമ ബിമൽ. സ്ഥിരം കസ്റ്റമറായ രാധാകൃഷ്ണൻ സ്ഥാപനത്തിൽ നേരിട്ടെത്തിയാണ് കിറ്റുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത്. രാധാകൃഷ്ണൻ മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെന്നും ഇപ്പോഴാണ് ബി.ജെ.പി ആണെന്ന് അറിഞ്ഞതെന്നും ബിമൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അയാളുടെ ടീമും വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അയാൾക്ക് കൊടുക്കേണ്ട ആൾക്കാർ കൊണ്ടുപോകുന്നു. 48 പേരുണ്ട്. ഇനി 2 പേര് പിന്നെ വരും എന്ന് പറഞ്ഞു. ഇവിടെ അല്ലേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് ആളൊരു ബി.ജെ.പിക്കാരനാണെന്നും ഒരു മുൻപത്തെ കോൺഗ്രസ്സുകാരനാണ് പിന്നീട് ബി.ജെ.പിക്കാരൻ മാറിയതാണെന്നും പിന്നീടാണ് ഇപ്പം ഇവിടെ ഇഷ്യൂസ് വന്നപ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കിയത്. നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പൈസ കിറ്റ് കൊടുക്കാന്നുള്ളതാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, അപ്പോൾ NDA സ്ഥാനാർത്ഥി അടക്കം ഇത് നിഷേധിക്കുകയായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ സൂപ്പർമാർക്കറ്റ് ഉടമ പക്ഷേ അത് സ്ഥിരീകരിക്കുകയാണ്. ഇത് വോട്ടിന് കിറ്റ് കൊടുത്തത് തന്നെയാണ് എന്നാണല്ലോ അയാൾ പറയുന്നത്. വിവരങ്ങൾ ശ്യാമിലി, പോലീസ് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും ഈ സംഭവവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള നിലപാടാണ് NDA ക്യാമ്പും സ്ഥാനാർത്ഥിയും ബി.ജെ.പി നേതാക്കളും എല്ലാം സ്വീകരിക്കുന്നത്. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. LDF ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് സാധാരണമാണ് എന്നുള്ള നിലയിലാണ് പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഇന്ന് രാവിലെ നമ്മളോടക്കം പ്രതികരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസ് ജനപ്രാതിനിധ്യ നിയമപ്രകാരവും അതോടൊപ്പം തന്നെ BNS അനുസരിച്ചുകൊണ്ടും കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ബി.ജെ.പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം ഔദ്യോഗികമായി നടത്താൻ തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ, തൃശൂർ ഒളരിക്കരയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയായിട്ടുള്ള വിമൽ ഈ സംഭവത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ബി.ജെ.പിയുടെ വാദത്തെ തള്ളിക്കൊണ്ട് ബി.ജെ.പി നേതാവായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. 100-ലധികം കിറ്റുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 50 കിറ്റുകൾ തയ്യാറാക്കി പണം വാങ്ങി. ഈ തയ്യാറാക്കി പണം വാങ്ങിയ ഒരു കിറ്റിന് 900 രൂപ എന്നുള്ള നിരക്കിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഈ പണം വാങ്ങിയ ആളുകൾ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനൊപ്പം എത്തിയ ആളുകൾക്ക് 48 പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്തുവെന്നും 2 പേർക്ക് ഇനിയും കിറ്റുകൾ വിതരണം ചെയ്യാനുണ്ടെന്നും കൂടുതൽ കിറ്റുകൾ ആവശ്യമായി വരുമെന്ന് രാധാകൃഷ്ണൻ അടക്കമുള്ളവർ അറിയിച്ചതായുമാണ് വിമൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ബി.ജെ.പിക്ക് വിമലിന്റെ വാക്കുകളെ തള്ളിക്കളയാനാകില്ല. പക്ഷേ അവർ തന്ത്രപൂർവ്വം മൗനം വിഷയത്തിൽ തുടരുകയാണ്. ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുമില്ല ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വവും. സ്ഥാനാർത്ഥിയാകട്ടെ തനിക്ക് ഇതേക്കുറിച്ച് അറിയില്ല. പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചപ്പോഴും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അറിവില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ബി.ജെ.പിയുടെ ഈ ഒരു തന്ത്രപരമായ സമീപനത്തിനെതിരെ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. LDFും കോൺഗ്രസും UDFും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ വിഷയത്തിൽ നിശ്ചിതമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ബി.ജെ.പി ഈ കാര്യത്തിൽ ഒരു തരത്തിലും പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. നേരത്തെയും സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഇതേ പ്രദേശത്ത് ഇതേ നിലയിൽ തന്നെയുള്ള ആരോപണങ്ങൾ, കിറ്റുകൾ വിതരണം ചെയ്തുവെന്നും പണം വിതരണം ചെയ്തുവെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്നും ബി.ജെ.പിക്ക് എതിരെയായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായത്. പക്ഷേ അവരിപ്പോഴും ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. ശ്യാമിൽ, ശരി, ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.